വിശുദ്ധ ബൈബിളിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ ആമുഖം. ഗ്രന്ഥകർത്താവെന്ന നിലയിലും ഗ്രന്ഥത്തിലെ പ്രധാന കഥാപാത്രമെന്ന നിലയിലുമാണ് ദാനിയേലിൻ്റെ നാമം ഗ്രന്ഥത്തോട് ചേർക്കുന്നത്. ബാബിലോൺ പ്രവാസികളിൽ പെടുന്നവരായി ദാനിയേലും കൂട്ടരും ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഗ്രന്ഥരചന നടന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ മതമർദ്ദന കാലത്ത് ആണ് എന്ന് കരുതപ്പെടുന്നു. ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ കർത്താവ് അജ്ഞാതനാണ്. ഹെബ്രായ മൂലഗ്രന്ഥങ്ങളിൽ 12 അധ്യായങ്ങളും ഗ്രീക്കിൽ 14 അധ്യായങ്ങളും കാണുന്നു. ഹെബ്രായ മൂലങ്ങളിൽ തന്നെ 2, 4, 6, 7, 28 വരെയുള്ള ഭാഗം അരമായ ഭാഷയിലാണ്. ഗ്രീക്ക് മൂലപ്രകാരമുള്ള 14 അധ്യായങ്ങളും കാനോനികമായി കത്തോലിക്കർ സ്വീകരിക്കുന്നു. ദാനിയേലിൻ്റെയും 3 കൂട്ടുകാരുടെയും ഉറച്ച ദൈവവിശ്വാസവും ഭക്തിയും യഹൂദാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമുള്ള നിഷ്ഠയും പ്രസ്പഷ്ടമാക്കുന്ന സംഭവങ്ങളുടെ വിവരണമാണ് ആദ്യഭാഗത്തുള്ളത്. ദാനിയേലിനുണ്ടായ ദർശനങ്ങളാണ് 7 മുതൽ 12 അധ്യായങ്ങളുടെ ഉള്ളടക്കം. ദൈവത്തിൻ്റെ പദ്ധതികൾക്കും അവിടുത്തെ ജനത്തിനുമെതിരെ ഉയരുന്ന സാമ്രാജ്യ ശക്തികൾ തകർക്കപ്പെടുമെന്ന് ദർശനങ്ങൾ വ്യക്തമാക്കുന്നു. പ്രബോധനാത്മകമായ കഥകളാണ് 13, 14 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്നത്. 7-ാം അധ്യായത്തിലെ മനുഷ്യപുത്രനെ സംബന്ധിക്കുന്ന പരാമർശങ്ങളും ദാനിയേലിൻ്റെ പുസ്തകത്തെ ഏറ്റവുമധികം ശ്രദ്ധേയമാക്കി. അന്തിമോത്ഥാനത്തെക്കുറിച്ചുള്ള സൂചനയും ഗ്രന്ഥത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ക്രൈസ്തവർ പ്രവചനഗണത്തിലും യഹൂദർ ലിഖിതങ്ങളുടെ പട്ടികയിലും പെടുത്തുന്നെങ്കിലും വെളിപാട് സാഹിത്യരൂപത്തിൻ്റെ ഉത്തമ നിദർശനമാണ് ദാനിയേലിൻ്റെ പുസ്തകം. ദൈവത്തിൻ്റെ പക്ഷം വിജയിക്കുമെന്ന് ദർശനങ്ങളിലൂടെ സമർത്ഥിച്ചുകൊണ്ട് ക്രൂരമായ മതമർദ്ദനത്തിന് വിധേയരായവർക്ക് ആശ്വാസവും ധൈര്യവും പകരുകയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശ്യം. രക്ഷാകര ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ ലോകചരിത്രത്തെ അപഗ്രഥിക്കുന്ന ഗ്രന്ഥകർത്താവ് പ്രപഞ്ചത്തിലെ ഓരോ ചലനത്തിനും ദൈവത്തിൻ്റെ കരവും പദ്ധതിയും ദർശിക്കുന്നു. ദൈവജനം പ്രതിസന്ധികൾ തരണം ചെയ്ത് ശാശ്വതമായ നീതിയും സമാധാനവും കൈവരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി.